നമസ്കാരം. പാലക്കാടിലെ കോൺഗ്രസ് വെന്റിലേറ്ററിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ്. അത് ചർച്ച ചെയ്യരുത്, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുത്. ട്രോളി ബാഗ് അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ദയവ് ചെയ്ത് ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കരുത്. ഇതൊക്കെയാണ് വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമായി നൽകുന്നത്. ആ ട്രോളി ബാഗിൽ കള്ളപ്പണമായിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ, വ്യക്തത വരുത്താൻ കോൺഗ്രസിന് ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ട്രോളി ബാഗും രാഹുൽ മാങ്കൂട്ടവും അന്നേ ദിവസം പോയത് രണ്ട് വഴിക്കാണ് എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതുമാണ്. അങ്ങനെ ട്രോളി ബാഗ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ക്ഷീണം ചെയ്യുമെന്ന് DCC പോലും വിലയിരുത്തുന്നു. അതായത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൻ്റെ ഭാഗത്താണ് സത്യം എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സമയം വരെ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറിച്ച് താൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് കാണിച്ചു തരാനാണ് അദ്ദേഹത്തിൻ്റെ പല പ്രതികരണവും ഉപകരിച്ചതെന്ന് തന്നെയാണ് പ്രാദേശിക നേതാക്കൾ, ഇത് പാലക്കാടിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AI ഗ്രൂപ്പ് സതീശൻ ഷാഫി പക്ഷത്തിനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടം തോക്കുന്ന സാഹചര്യമുണ്ടായാൽ ഷാഫിക്കും സതീശനുമെതിരെ നീങ്ങാനുള്ള ഒരു വലിയ വടിയായി തന്നെയാണ് ഇവർ ഈ ട്രോളി ബാഗിനെ നോക്കിക്കാണുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം തോക്കുന്ന സാഹചര്യമുണ്ടായാൽ ഹൈക്കമാൻഡ് നേതൃമാറ്റം ആവശ്യപ്പെടുമെന്ന് AI ഗ്രൂപ്പുകൾക്കറിയാം. ഐ ഗ്രൂപ്പിലെ നേതാക്കൾ പാലക്കാടിലേക്ക് തിരിഞ്ഞുപോലും നോക്കാത്ത സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോട് യാതൊരു രീതിയിലുള്ള അദ്ദേഹത്തിനോട് താല്പര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു പിന്തുണ പ്രഖ്യാപിക്കാനുള്ള രീതിയിലുള്ള ഒരു താല്പര്യമോ ഐ ഗ്രൂപ്പിലെ നേതാക്കന്മാർക്ക് ഇല്ല എന്ന് തന്നെയാണ് ഐ ഗ്രൂപ്പിലെ പ്രധാന മുതിർന്ന നേതാക്കളുടെ പല പ്രതികരണങ്ങളും പല രീതിയിലുള്ള ഇടപെടലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുരളീധരനെ കാണാനില്ല, രമേശ് ചെന്നിത്തലയെ കാണാനില്ല, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും തന്നെ പാലക്കാടിലേക്ക് കാണാനില്ല. ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി വന്നിരിക്കുന്നു. എന്താണ്? അതായത് പത്തനംതിട്ടയിലെ CPMൻ്റെ ഒരു പേജ്, ഔദ്യോഗിക പേജൊന്നുമല്ല, ആ പേജ് ഹാക്ക് ചെയ്തിരിക്കുന്നു. കോൺഗ്രസ്സുകാരാകാം ഹാക്ക് ചെയ്തതെന്ന് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഉദയഭാനു പറയുന്നുണ്ട്. എന്താണ് എന്നിട്ട് ഹാക്ക് ചെയ്തിട്ട് ഇവർ ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നു. പിന്നീട് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഹാക്കർമാർ CPMൻ്റെ ഒരു പേജ് ഹാക്ക് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ അതിലൂടെ ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു റേഞ്ച് ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമം നടത്തിയതെങ്കിലും അത് അമ്പെ പരാജയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു, അതായത് സ്വന്തം നാട്ടിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണയില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമാണ്. സ്വന്തം അയൽവക്കത്തുള്ള ആളുകൾക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തി അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ ദുരന്തമായിരിക്കും പാലക്കാടുകാർക്ക് സമ്മാനിക്കുക എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് ഈ കേസൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ ഹാക്കർ തക്കുടുവാവുകളെ എന്തായാലും പൊക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഫേസ്ബുക്കിലേക്ക് ആരോ അത് ഹാക്ക് ചെയ്തതാണ്. വിദഗ്ധമായി നുഴഞ്ഞു കയറാൻ അറിയാവുന്ന ആളുകളുണ്ട്. സാങ്കേതികമായി നുഴഞ്ഞു കയറാൻ കഴിയുന്ന ആളുകളെ ഉപയോഗിച്ച് നുഴഞ്ഞു കയറിയതാണ്. അതിനെ സംബന്ധിച്ച് ഞാനിപ്പം SP-ക്കും അതുപോലെ മറ്റ് നിയമ നടപടികളെല്ലാം സ്വീകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അനുകൂലമായി പാർട്ടി DC-യുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം വന്നെന്ന് പറയുന്നത് തന്നെ അങ്ങനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം. അദ്ദേഹം പള്ളിക്കൽ പഞ്ചായത്തിൽ പെരുങ്ങനാട് വില്ലേജിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്
ആ നാടോ ആ നാട്ടിലെ ജനങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. സ്വന്തം അയൽവക്കക്കാർ പോലും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആളാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പം നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ രീതിയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ യാതൊരു അംഗീകാരവും നാട്ടിലില്ല. പക്ഷേ നമുക്ക് അദ്ദേഹം കൃത്രിമ കാർഡുണ്ടാക്കിയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. കേട്ടല്ലോ. ഇതിന് പിന്നാലെ തന്നെ ഇന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നു. എന്താണത്? അതായത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ നിന്ന് 1500 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നു. സ്പിരിറ്റ് ഒഴുക്കി ഇനി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണെന്നാണ് പാലക്കാടിലെ CPM ഉന്നയിക്കുന്ന ആരോപണം. തെറ്റു പറയാനും കഴിയില്ല. അതായത് ഈ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത് ഒരു ബ്ലോക്ക് നേതാവിൻ്റെ മകൻ്റെ കയ്യിൽ നിന്നാണ്. അതും കോൺഗ്രസിൻ്റെ വളരെ സമുന്നതനായ ഒരു നേതാവിൻ്റെ മകൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന്, കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ CPM ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. ആ വിഷയത്തിന് ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ തോൽവി മണത്ത് കഴിഞ്ഞപ്പോൾ ഏതൊക്കെ രീതിയിൽ ജയിക്കാൻ കഴിയും എന്ന അവസാനഘട്ട ശ്രമം നടത്തുകയാണ് ഇവർ. ഇപ്പോൾ തന്നെ പ്രചാരണം എടുത്തു നോക്കിയാൽ അമ്പേ പരാജയമാണല്ലോ കോൺഗ്രസിൻ്റെ പ്രചാരണം. അതായത് പാലക്കാട് സൗത്ത് ഇവരുടെ ഒരു ഉരുക്കു കോട്ടയാണ്. അവിടെയൊക്കെ വേണ്ട രീതിയിൽ പ്രചാരണം നടത്താൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. DCC പോലും വിലയിരുത്തുന്നു LDFിൻ്റെ പ്രചാരണം ബഹുദൂരം മുന്നിലാണെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ പാലക്കാടിൽ എത്രയെത്ര വിവാദങ്ങളാണ് ഉടലെടുത്തത്. ആ വിഷയത്തിലൊന്നും ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് മുതൽ വിവാദങ്ങളുടെ പൊട്ടിപ്പൂരമല്ലേ. പ്രധാനപ്പെട്ട പല നേതാക്കളും കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ. അതിനുശേഷം DCC ഹൈക്കമാൻഡിന് അയച്ച ഒരു കത്ത് പുറത്തു വന്നില്ലേ. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാലക്കാടിൽ. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഇലക്ഷൻ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഡേറ്റ് നീട്ടിവെച്ചത് ഏറ്റവും കൂടുതൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായി പോയി എന്ന ഒരു തോന്നലുണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദിവസങ്ങൾ കൂടുതൽ കിട്ടിയപ്പോൾ സരിൻ കുറച്ചുകൂടി ആളുകൾ പോയി കാണുന്നു. അവരുടെ ഇടയിൽ വലിയ രീതിയിൽ തന്നെ സ്വാധീനമുണ്ടാക്കി മാറ്റുന്ന സാഹചര്യം ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി എന്താണ് സൃഷ്ടിക്കുന്നത്? വിവാദങ്ങൾ മാത്രമാണ്, ആരോപണങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പാലക്കാടിൽ നിന്ന് കാണാൻ കഴിയുന്നൊരു ചിത്രം, അതായത് സരിനൊക്കെ പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളാണ്. ഇപ്പോൾ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് സരിൻ എന്താണ് പറഞ്ഞത്? പാലക്കാടിൽ എങ്ങനെയാണ് കഴിഞ്ഞ തവണ ഷാഫി ജയിച്ചതെന്ന് എനിക്കറിയാം എന്നാണല്ലോ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു കോൺഗ്രസ് BJP ഡീലുണ്ട് എന്ന് സരിൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന പല വസ്തുതകൾ പുറത്തു വരികയല്ലേ. ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, ഇത്രയും വിവാദങ്ങളുണ്ടായി. ഈ ട്രോളി ബാഗ് വിവാദവുമായി ബന്ധപ്പെട്ട് BJP ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. സ്പിരിറ്റ് പിടികൂടി, BJPക്ക് പ്രതികരണം ഉണ്ടോ? ഇല്ലല്ലോ. കത്ത് പുറത്തു വന്നു, BJP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പാലക്കാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യാതെ ആളുകളെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായി നടത്തുന്ന ചില നാടകങ്ങളാണ് നമ്മൾ പാലക്കാട് കാണുന്നത്. എന്നാൽ സരിനു അദ്ദേഹം വികസനം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കണ്ട് വോട്ട് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സരിൻ എന്ന് പറയുന്ന ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പ്രചാരണം അതൊക്കെ മൊത്തത്തിൽ എടുത്ത് വിലയിരുത്തി നോക്കിയാൽ വളരെ മികച്ച ഒരു പ്രചാരണം തന്നെയാണെന്ന് പറയാതെ വയ്യ. അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നടത്തുന്ന പല വിവാദങ്ങൾക്ക് മറുപടിയായി പറയുന്ന ചില പ്രതികരണങ്ങൾ, ഇതൊക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ പക്വതയോട് കൂടിയ ഒരു പ്രതികരണമായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമുക്കെടുത്ത് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പത്മജ വേണുഗോപാൽ, കരുണാകരൻ്റെ മകൾ, രംഗത്തേക്ക് വന്ന കാഴ്ച കണ്ടു. എന്താണ് പറഞ്ഞത്? എൻ്റെ അമ്മയെ ആക്ഷേപിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് എൻ്റെ ഏട്ടൻ മുരളിയേട്ടൻ പോലും പ്രചാരണത്തിന് വരില്ല, മനസ്സിൽ പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏത് കോണിൽ നിന്ന് എടുത്തു നോക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പിന്തുണയില്ല. ഷാഫി സതീശൻ പക്ഷത്തിൻ്റെ മാത്രം പിന്തുണയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു. മതസാമുദായിക നേതാക്കൾ ആരെങ്കിലും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലെടുത്ത നിലപാട് നമ്മൾ കണ്ടതല്ലേ. ആലപ്പുഴയിലേക്ക് വരണ്ട എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനൊക്കെ പറഞ്ഞത്. അപ്പോൾ വിവാദങ്ങളുടെ മേളിൽ വിവാദങ്ങൾ, ആരോപണങ്ങളുടെ മേളിൽ ആരോപണങ്ങൾ,
അതിനടിയിലാണ് രാഹുൽ മാങ്കൂട്ടം. പൊങ്ങാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക്, വിവാദങ്ങൾക്ക് മറുപടി പോലും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പാലക്കാടിൽ ഇനി തിരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യാജ പ്രചരണങ്ങൾ ഇറക്കിയും പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയും കോൺഗ്രസ് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കാത്തിരുന്ന് കാണാം. വോട്ട് പിടിക്കാൻ ആരൊക്കെയാണ് വരുന്നത്? ക്രിമിനലുകൾ, തട്ടിപ്പ് വീരന്മാർ, ഇവരൊക്കെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ ഉള്ളത്, കെട്ടി ഇറക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ വ്യക്തമായ മറുപടി പാലക്കാട് ജനത കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു പാലക്കാട് മറ്റൊരു വട്ടിയൂർക്കാവായി മാറുമെന്ന്. എന്തായാലും നമുക്കും കാത്തിരുന്ന് കാണാം എന്ത് പാലക്കാട് സംഭവിക്കുമെന്ന്.